ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ വെറും കുക്കിംഗ് മാത്രമായിട്ടല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. എനിക്കങ്ങനെ കുക്കിംഗ് മാത്രം ചെയ്യുന്ന വീഡിയോസ് ഇടാൻ മടുപ്പാണ്. കാരണം ഒരു ആവർത്തന വിരസത ഫീൽ ചെയ്യാറുണ്ട്. സോ ഞാനും ആമിക്കുട്ടിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ദോശയ്ക്കാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദോശയും സാമ്പാറുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആമിക്കുട്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫാനല്ല. അതുപോലെ തന്നെ ശ്രുതിയാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കമ്പൽസറി വേണമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ റെയറായിട്ട് നമ്മളിങ്ങനെ ദോശയൊക്കെ ചുടാറുള്ളൂ. അല്ലാത്ത പക്ഷം എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കഴിക്കാറ്. ആമിക്കുട്ടിക്ക് ഇഷ്ടം, രാവിലെ കഴിക്കാൻ ഇഷ്ടം എന്ന് പറയുന്ന കാര്യം പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്, അങ്ങനെയൊക്കെ കഴിക്കും. പിന്നെ നമ്മളിവിടെ ഫ്രഞ്ച് ഫ്രൈസ്, അതായത് നെസ്റ്റോന്ന് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ട് അവൾക്ക് വേണ്ടപ്പോൾ എയർ ഫ്രയറിലിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു അരിക്കടിയുടെ ഫാനല്ല നമ്മളാരും. വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ ദോശ അല്ലെങ്കിൽ പുട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അതാണെങ്കിൽ നോൺ വെജിൻ്റെ കറികളുണ്ടെങ്കിൽ മാത്രമേ ശ്രുതി കഴിക്കുകയുള്ളൂ. ഈ പുട്ടിലേക്കൊക്കെ ആണെങ്കിൽ ചിക്കൻ കറി, കൂന്തൽക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ആൾ കഴിക്കും കേട്ടോ. ഞാനാണെങ്കിൽ ഒരു ചായ ഫാനാണ്. എനിക്ക് ചായ മസ്റ്റാണ്. കടിയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് പാൽ ചായ മസ്റ്റാണ്. അത് രാവിലെ ഒന്ന് വൈകിട്ടൊന്ന് മസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചായ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ദോശയും സാമ്പാറും. എനിക്ക് ആകെ 3 ദോശ ചുരണ്ട ആവശ്യം വന്നുള്ളൂ. ഒരെണ്ണം അവളും കഴിച്ച്, 2 ഞാനും കഴിച്ച്. ചുട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കഴിക്കാൻ നിൽക്കുന്നത്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ആമിക്കുട്ടി കാർട്ടൂണൊക്കെ കാണാനും ഞാൻ എൻ്റെ പണികളിലേക്കും പോയി. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ചോറും കറിയും വയ്ക്കുന്നത് ഞാൻ വീഡിയോസ് എടുത്തിട്ട് അങ്ങനെ ഇടാറില്ല. വല്ലപ്പോഴും ഇടാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലഞ്ചിൻ്റെ സമയത്ത് ഷോർട്ടായിട്ട് ഞാൻ ലഞ്ചിലെ ഐറ്റംസൊക്കെ എടുത്തെങ്ങാണ്ടിടും. അല്ലാണ്ട് ഇന്നത് ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെ മീൻ നന്നാക്കി അങ്ങനെ ഒന്നും അധികം ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ എൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞു. ഒരാളിവിടെ കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ആമിക്കുട്ടി എടുത്തിട്ട് കൊണ്ട് കളഞ്ഞ എൻ്റെ ഒരു കീ, അതായത് അലമാരയുടെ കീ ഉണ്ട്, അത് തപ്പിയെടുക്കുന്ന പരിപാടി കേട്ടോ. എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളുള്ള വീട്ടിൽ കേട്ടോ, എടുത്ത് പറയേണ്ട കാര്യമാണ്. കുട്ടികളുള്ള വീട്ടിൽ അവരെ കയ്യിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര കേടയാണ്. അപ്പോൾ അത് എവിടെ കൊണ്ടുവന്ന് എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരെ സന്തോഷം കാണുമ്പോൾ തിരിച്ച് വാങ്ങാറില്ല. അങ്ങനെ എനിക്ക് എൻ്റെ ചാവി അതുപോലെ പോയിട്ടുണ്ട്. ആൾ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എവിടെയാണ് കൊണ്ടുവന്നിട്ടെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അത് തിരയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പായൊക്കെ വിരിച്ചിട്ട് അവളുടെ ടോയ്സ് എല്ലാം കൊണ്ടുവന്നിട്ട് തട്ടിയിട്ടുള്ളത്. മിക്കവാറും സാധനങ്ങളൊക്കെ ഇതിനകത്തു നിന്നാണ് എനിക്ക് കിട്ടാറുള്ളത് കേട്ടോ. അവളത് പോണത് എന്തും, ആമീനെ പറ്റി പറയുകയാണെങ്കിൽ എന്ത് സാധനം കൊണ്ട് കളയാൻ അവൾ എക്സ്പേർട്ടാണ്. ഇപ്പം 2-2.5 വയസ്സായപ്പോഴേക്കും അവൾ 3 കമ്മലിൻ്റെ സെറ്റ് എങ്ങാനും സെറ്റ് വെച്ചാൽ ഒന്നെങ്കിൽ ചെങ്കീരി ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റഡായിരിക്കും, അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ കയ്യിൽ കിട്ടുന്ന എന്തും കൊണ്ട് കളഞ്ഞിട്ട് പിന്നെ എനിക്ക് മണ്ണെന്നും ഇതൊക്കെയാണ് കിട്ടാറ്. അപ്പോൾ അവളെ സാധനങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം കണ്ടല്ലോ എന്താണ് അവസ്ഥ എന്നുള്ളത്. എല്ലാ ജാതി സാധനങ്ങളും ഉണ്ട്. പിന്നെ ഈ കുട്ടികൾക്ക് അവരുടെ സാധനങ്ങളൊന്നും വേണ്ട. ഈ റിമോട്ട്, ബാറ്ററി, അതുപോലെ തന്നെ കണ്ടീഷണറിൻ്റെ ബോട്ടിൽ, അങ്ങനത്തെ ഉള്ള ഐറ്റംസൊക്കെയാണ് അവളവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഞാനപ്പോൾ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്തു. സോഫ്റ്റ് ടോയ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു. അതിനകത്തുനിന്ന് ആ ഷേപ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. ഞാനത് ഭയങ്കര ഇഷ്ടത്തോടെ വാങ്ങിയൊരു സാധനമായിരുന്നു കേട്ടോ. ചീപ്പ് റേറ്റ് ആയിരുന്നു, ഒരു 165 അങ്ങനെ എന്തോ ഉള്ളു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. കുട്ടികൾക്ക് നല്ല ഉപകാരമുള്ളൊരു സാധനമാണ്. അതുമ്മന്നൊക്കെ 2-3 പോയിട്ടുണ്ട്. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അന്ന് ബൊക്കാപുരം ടെമ്പിളിൽ പോയ സമയത്ത് കുറച്ച് കിച്ചൺ സെറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് അവൾ ഡാമേജ് ആക്കിയിട്ടുണ്ട്. വളച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ പാത്രങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ അതൊക്കെ വെച്ച് അങ്ങ് കളിച്ചോട്ടെ എന്നുള്ള ധാരണയിലാണ് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മക്കൾക്ക് എല്ലാം സൗകര്യങ്ങൾ കൂടിപ്പോയൊരു പ്രശ്നം ഉണ്ടോയെന്ന്. ഒന്നിനൊരു വിലയില്ലായ്മ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ചെറുതിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു, കിച്ചൺ സെറ്റ്. അത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത് അമ്മമ്മ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടാവും. അത്രയും നല്ല വൃത്തിയിലായിരുന്നു ഞങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇവർക്ക് സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ട് ഒന്നിനൊരു വിലയില്ല. നമ്മൾ ബിസിനസ്സിൽ പറയുന്ന പോലെ അവൈലബിലിറ്റി മേക്സ് വാല്യൂ ഇല്ലാത്തൊരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ എൻ്റെ തെരച്ചിലിൻ്റെ ഇടയിൽ അവൾക്ക് വേറെ എന്തൊക്കെയോ കിട്ടി. അവൾ അതൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മൂത്രം ഒഴിക്കാനുണ്ടെന്ന് പറയാൻ
എപ്പോഴും മടിയാണ്. ട്രൗസറിൽ അങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ട് പിന്നെ ട്രൗസർ മാറ്റുക. ഇതൊക്കെ തന്നെയാണ് സ്ഥിരം പരിപാടി. എല്ലാവരും പറയും ഇതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം എന്ന്. എൻ്റെ കയ്യിൽ നിന്ന് അടി വരെ കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആമിക്ക്. അതായത് പറയാതെ മൂത്രം ഒഴിക്കുന്നതിന് ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. പിന്നെയും അവൾ അതിന് ചെയ്യുമ്പോൾ സംടൈംസ് ഞാൻ അടിക്കാറൊക്കെ ഉണ്ട്. എല്ലാവരും പറയും എന്തിനാ അടിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കുന്ന പ്രായമാവുന്നേ ഉള്ളൂ, അതൊക്കെ പഠിച്ചോളം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ല കേട്ടോ. എന്താണ് ഈ പോട്ടി ട്രെയിനിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ കാണുന്നത്, എത്ര ചെറിയ മക്കൾ വരെ അത് പറഞ്ഞ് ചെയ്യുന്നെന്നുള്ളത്. പക്ഷെ ആമിക്ക് എല്ലാ കാര്യങ്ങളും അവൾ പറയും. ഫുഡിന് ഫുഡ്, പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോകണം, കളിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇത് പറയില്ല നമുക്ക് എന്തോ ഒരു വാശി പോലെയാണ്. ആ കാര്യത്തിൽ എന്നെയായിട്ട് ഇങ്ങനെ എന്താ പറയുക, പോര് വിളിച്ച് നിൽക്കുന്ന പോലെയാണ്. അങ്ങനെ ഞാനിവിടെ പെട്ടി തന്നെ എടുത്ത പോലെ തന്നെ പെട്ടിയിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റി വെക്കുന്നുണ്ട്. കാരണം ഇത് അവളുടെ സാമ്രാജ്യമാണ്. അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവൾക്ക് കിട്ടണോടത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ എന്നെ ഒരു പണിയെടുക്കാൻ സമ്മതിക്കില്ല. അമ്മ അതെവിടെ, അമ്മ ഇതെവിടെ എന്ന് ചോദിച്ചിട്ട് വൈത്താലെ തന്നെ ഉണ്ടാവും. സോ അതിനൊന്നും നിൽക്കുന്നില്ല. അവളെ പെട്ടിയിൽ അവളെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ആ കിച്ചൺ സെറ്റ് തിരിച്ച് അതിലേക്ക് ഇടാൻ നിന്നപ്പോൾ അവൾ സമ്മതിച്ചില്ല കേട്ടോ. ഞാൻ ഇപ്പം കാണിച്ച സാധനം അവളുടെ ഇൻഹേലറാണ്, ശ്വാസം മുട്ടലിനുള്ള. അതൊക്കെ ആ പെട്ടിയിലാണ് കിടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എന്താ എവിടെയെന്നൊന്നും അറിയാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഞാൻ ആ കിച്ചൺ സെറ്റൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തു. അവൾക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾ ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊടുത്തു. ആൾ പെട്ടീൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ ആ പെട്ടീനെ അകത്ത് കൊണ്ടുവന്ന് വെക്കുന്നവരെ ഇതെങ്ങനെ പരത്താമെന്നാണ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞാൻ അതിനകത്തുനിന്ന് മാറ്റി വെച്ച സാധനങ്ങളാട്ടോ ഇതൊക്കെ. ഇൻഹേലർ ഉണ്ട്, റിമോട്ട് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടീഷണറിൻ്റെ ബോട്ടിൽ, അവളെ കിച്ചൺ സെറ്റ്, പിന്നെ ഒരു ഫാൻ ഞാൻ ചൂടിന് വേണ്ടി വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇതൊന്നും ഒരു 5-6 പോയിട്ടുണ്ട്. അതെവിടെയാണ് ദൈവത്തിനറിയാം. അങ്ങനെ ആൾ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കട്ടയ്ക്ക് കൂടെ കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടണേ. അതുപോലെ തന്നെ ഇതിനകത്തുള്ള എന്താ പറയുക കുറ്റങ്ങളും കുറവുകളും ഒക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും സന്തോഷം. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.